ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ വീടിന് അടുത്തായിട്ടൊരു വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്നും അറിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുട്ടികളെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാനും വിനീതയും പിന്നെ അടുത്ത വീട്ടിലുള്ള രണ്ട് കുട്ടികളും അവരെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കൂടിയിട്ടാണ് വന്നത്. വന്നപ്പോഴാണെങ്കിൽ ഇവിടെ കൽപ്പന പറയലും കാര്യങ്ങളാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് തന്നെ. അപ്പോൾ വന്നപ്പോൾ കൂടുതലായിട്ടൊന്നും കാണാണ്ടായിരുന്നില്ല. ഒരു 11 മണി സമയത്തൊക്കെ മുന്നേ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇത് വന്നപ്പോൾ 4-4:30 ആ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇവിടുത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതൽ സമയമൊന്നും അവിടെ നിന്നില്ല. ഒരു ചായ ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ പിന്നെ ഓട്ടോ ഒന്നും വിളിക്കാതെ നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് സമയമൊക്കെ നമുക്ക് സംസാരിച്ച് നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോരുമായിരുന്നു കേട്ടോ. ഇത് കൂർക്കപ്പറമ്പിലുള്ള തേക്കപ്പയാണ് കേട്ടോ. അവിടെ നല്ല എണ്ണക്കടികൾ കിട്ടും. സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പണി കിട്ടും. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളൊക്കെ മക്കളേനെയൊക്കെ കൂട്ടി ഇവിടെ അടുത്തൊക്കെ വല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ നല്ല രസമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്താണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു കാര്യം വന്നത് കേട്ടോ. ഇവിടെ അടുത്താണ് നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ്റെ ഭ്രാന്താചല ക്ഷേത്രം ഉള്ളത് കേട്ടോ. നമ്മുടെ രായിരുനെല്ലൂർ മല എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭ്രാന്താചല ക്ഷേത്രം. ഒരുപാട് പേർക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നടുവട്ടത്തിന് തൊട്ടപ്പുറത്ത് കൂർക്കപ്പറമ്പ് സ്റ്റോപ്പിലാണ് ഞങ്ങളുടെ വീട്. അതിന് തൊട്ടപ്പുറത്തെ കൈപ്പറം സ്റ്റോപ്പിലാണ് ഈ ഭ്രാന്താചല ക്ഷേത്രം ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നേരെ അവിടേക്ക് വന്നു. ഇതാണ് കേട്ടോ അതിൻ്റെ മുൻവശം. ഈ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് അവിടെ ക്ഷേത്രമുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് നല്ല കൗതുകമുള്ളത്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഇത്രയും നാളും ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ അതിന് മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ കയറി വരുന്ന ആ സ്ഥലമാണ് കേട്ടോ കാണുന്നത്. അവിടെ ഇങ്ങനെ നമുക്ക് പിടിച്ച് കയറാനായിട്ട് കമ്പിയുണ്ട്. അത് ഒരുപാട് സ്റ്റെപ്പുകളാണ് കേട്ടോ. ആ സ്റ്റെപ്പുകൾ എങ്ങനെ പണിതുണ്ടാക്കി എന്നുള്ളതാണ്. ഈ പാറ ഇങ്ങനെ കുത്തി 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 ഉണ്ടാക്കിയതാണല്ലേ. അതൊക്കെ നല്ലൊരു കഴിവാട്ടോ. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് കുഴികൾ കാണാം. അതിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഴികൾ എന്ന് പറയുമ്പോൾ നാറാണത്ത് ഭ്രാന്തൻ കുഴിച്ച കുഴികളാണ് അതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരിക്കലും വറ്റാതെ ഈ വെള്ളം എപ്പോഴും ഉണ്ടാവും എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. ആ കാഞ്ഞിരമരത്തിൽ നാറാണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ട ചങ്ങല കാണാനുണ്ട് കേട്ടോ. ഇവിടെയാണ് നാറാണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ചങ്ങലയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ 3 കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു സുബ്രഹ്മണ്യൻ, ഭഗവതി, ശിവൻ, അങ്ങനെ 3 പ്രതിഷ്ഠകളാണ് കേട്ടോ അവിടെ. ഇവിടെ കാണുന്ന കുഴികളിലൊക്കെ ചിലതിൽ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ അവരെന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കാലെങ്ങാനും എഴുതി താഴെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ടൈമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു മഴയും വന്ന സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലേക്ക് പെട്ടെന്ന് ഇരുട്ടൊക്കെ വന്ന പോലെ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ തുലാമാസം 1-ാം തീയതി നമ്മുടെ രായിരുനെല്ലൂർ മലകയറ്റാണ്. അപ്പോൾ ഇവിടെ കാണാത്തവർക്ക് എന്തായാലും എൻ്റെ വീഡിയോയിലൂടെ ഇതും കാണാൻ കഴിയും. ഇനി ആ മലകയറ്റത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. മുൻകാലങ്ങളിലൊക്കെ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ ഓർമ്മകളൊക്കെ നമുക്ക് കാണാൻ കഴിയുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണല്ലോ ഇത്. അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. നിമ്മിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേരും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരേനെ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ പറയുമായിരുന്നു, നിങ്ങളെന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കാണണം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളേനെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എടുക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം മഴ പെയ്ത കാര്യം. അപ്പോൾ ഇവർ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മഴ പെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിന് താഴെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഭാഗത്തായിട്ട് നാറാണത്ത് ഭ്രാന്തൻ തപസ് ചെയ്തൊരു ഗുഹയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഞങ്ങൾക്ക് ഇനി കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട്. ഇതിന് മുകളിൽ പാറകൾക്കിടയിൽ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ചെടികളിലൊക്കെ നിറയെ പൂക്കളും അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നീട് ഞങ്ങൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടോ. ഇനി നാറാണത്ത് ഭ്രാന്തൻ്റെ ഗുഹയും കൂടി കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോവാം. പിന്നീടൊരു ദിവസം നമുക്ക് ഒരുപാട് സമയം വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയി കേട്ടോ. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. എടുത്തുള്ളൊരു സ്ഥലമാണെങ്കിലും നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഇവിടെ രാത്രി 8 മണിക്ക് ശേഷം പ്രവേശനമില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി സൈഡിൽ കൂടെ പോയിട്ട് ഗുഹയൊക്കെ കണ്ടു. അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഗുഹയൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മളിങ്ങനെ നിന്ന് ആലോചിച്ച് പോകില്ലേ ഒരു നിമിഷം.
അപ്പോൾ ഒരു 3 കള്ളികളിലായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം തപസ് ചെയ്തിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതും ആസ്വദിച്ചിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ രായിരുന്നല്ലൂർ മല കയറാൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെയും കയറി പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറുക്കപ്പറമ്പിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ.